എടോ, ഒരു പാനിലേക്ക് 2 വഴുതനങ്ങയും 2 മുട്ടയും കൊണ്ടേ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റിലൊക്കെ കഴിയൂട്ടോ പണി. എന്നാലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. എടാ, ഇത് ഉണ്ടാക്കാൻ ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 വഴുതനങ്ങ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ പാൻ എന്താണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതെന്നായിരിക്കുമല്ലേ ഈ ചിന്തിക്കുന്നത്. ശരിക്കും പാൻ ചരിഞ്ഞിരിക്കുന്നതല്ല കേട്ടോ. ക്യാമറ വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയതാണ്. ശരിക്കും ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഈ വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, അതായത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നാണ്ട ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാട് കുഴച്ചൊന്നും എടുക്കരുത്. നാണ്ട ഇതുപോലെ ഒന്ന് വെന്താൽ മതിയാവും. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടേ നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും പിന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി കേട്ടോ, 2 വെളുത്തുള്ളി അല്ലിയും അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ ഒന്നും മാറ്റണ്ട. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതിയാവും. ഈ പരുവൊക്കെ എത്തുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് 2 തക്കാളി ഒന്ന് മിക്സഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത കേട്ടോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർക്കുമ്പോഴേ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട്. ഇനി ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കും. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു കറിയാട്ടോ ഇത്. ഇതാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാം. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് വീണ്ടും ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഈ കറിക്ക് വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതങ്ങോട്ടിട്ട് ഈ മസാലയുടെ കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ആ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഈ പാനിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്നങ്ങ് നിരത്തി വെക്കാം. എന്നിട്ട് അതിനകത്ത് ഒരു 3 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാനാണ്. ഒരു 3 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് തുരന്ന് ഒന്ന് ഹോളാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാ സൈഡൊക്കെ ഒന്ന് ഒതുക്കി ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊക്കെ, ഇതൊന്ന് റൗണ്ട് ഒന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ഹോളിട്ട് ഓരോ ഭാഗത്തേക്ക് ഞാനൊരു 3 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഉടയാതെ ചേർത്താൽ നല്ലത്. ആദ്യത്തത് ഒന്ന് പാളിപ്പോയെങ്കിലും ബാക്കി 2 നല്ലപോലെ കിട്ടി കേട്ടോ. അപ്പം ഇത് കണക്ക് 3 മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കൊക്കെ ഇങ്ങനെ ഉടയാതെ കിട്ടുന്ന കേട്ടോ നല്ലത്. ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആ മുട്ടയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പൊന്ന് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചേ ഈ മുട്ട വേവുന്നവരെയും ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചാൽ മതിയാകും. അപ്പോഴേക്കും മുട്ടയൊക്കെ സെറ്റ് ആയിട്ട് വരും കേട്ടോ. അതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയും ഒക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടേ നമുക്ക് ചോറിലോട്ട് വെച്ചിട്ട് സൈഡായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല ചോറ് കഴിക്കാൻ. അതല്ല നിങ്ങൾക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ അതും നല്ലതാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും.